പ്രാഥമിക ആരോഗ്യ കേന്ദ്രം CHC നമുക്ക് പരിമിതികൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഒന്നാമത് ഡോക്ടർമാരില്ല, ഉച്ച കഴിഞ്ഞുള്ള ഈവനിങ് OP ഇല്ല, അങ്ങനെ പനവരത്ത് ഏകദേശം IP ഇല്ല. അതുപോലെ പിന്നെ മറ്റു കാര്യങ്ങളെല്ലാം ഡോക്ടർമാർ സൗകര്യങ്ങളിലും മറ്റടിസ്ഥാന സൗകര്യങ്ങളിലും ബിൽഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ 500-ലധികം രോഗികൾ ഒരു ദിവസം ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ്, പ്രത്യേകിച്ച് ST വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. അപ്പം അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മിനിസ്റ്ററുമായിട്ട് കാണുകയും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ആരോഗ്യ മന്ത്രി K മുരളീധരൻ അവരോട് ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ പനവരം CHC താലൂക്ക് ഹോസ്പിറ്റലാക്കി മാറ്റി തരണമെന്നുള്ളതാണ്. അപ്പോൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള ഉറപ്പിന്മേൽ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതോടൊപ്പം തന്നെ പനവരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, പിന്നെ UDF-ന്റെ കൺവീനർ അടക്കം UDF-ന്റെ ഉന്നതതല സംഘമാണ് ഇന്ന് ഞങ്ങൾ നിവേദനം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അനുഭാവപൂർവമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. പനവരം ബ്ലോക്ക് പഞ്ചായത്ത് ഇതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ചോർപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണല്ലോ എന്ന് പറയുന്നത്. എന്തായാലും അതും ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പനവരം ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായിട്ട് ഉയർത്തണമെന്നാണ്. എന്തായാലും അനുഭാവപൂർവമായ ഒരു തീരുമാനം ഉണ്ടാകാമെന്നാണ് മന്ത്രി ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നിവേദനം കൊണ്ട് അവസാനിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ്റെ പുറകെ പോയി ഇതാകുന്നതുവരെയും നിരന്തരമായ ശ്രമങ്ങളുമായി UDF-ന്റെ പനവരം പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം.